ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. കുറേ ദിവസമായി വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ കൊറിയർ അയച്ചതാണ്. ഇത് പ്ലേസ് എവിടെയാണെന്ന് ഞാൻ മറന്നുപോയി. കഴിഞ്ഞ ദിവസം ഞാൻ കൊറിയർ അയച്ച എൻ്റെ കസ്റ്റമറിന് റോസ്മേരി പ്ലാന്റ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ കൊറിയർ അയച്ചതാണ്. ആൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പം ആൾ എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം റോസ്മേരി എന്ന് പറഞ്ഞതല്ലാതെ റോസ്മേരിന്ന് ആദ്യമായിട്ടാണ് ആൾ റോസ്മേരി പ്ലാന്റ് കാണുന്നത്. അപ്പം അത് തുറക്കുമ്പോൾ ഭയങ്കര സ്മെല്ലാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ ഹാർഡ് ബോർഡ് അങ്ങ് വലിച്ച് കീറി പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പം ഇത് കണ്ടപ്പോഴത്തേനും എനിക്കൊരു വിഷമം, ദൈവമേ എന്ത് കഷ്ടപ്പെട്ട് നമ്മൾ പാക്ക് ചെയ്തതാണ്. അപ്പം ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെയൊക്കെ വലിച്ച് കീറി പൊട്ടിക്കാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് കുറേ ദിവസമായിട്ട് കിട്ടാനുള്ള എക്സൈറ്റ്മെൻറ്റിന് ആൾ റോസ്മേരിന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഫസ്റ്റ് ടൈമാണ് പ്ലാന്റ് കാണുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ വലിച്ച് കീറി പൊട്ടിക്കുന്നതാണ് ആൾ പറഞ്ഞത്. ഏതായാലും ഞാൻ ഇതിരുന്ന് ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ നോക്കുകയാണ്. കാരണം കത്രി വെച്ച് അപ്പുറം ഇപ്പുറമൊക്കെ മുറിക്കുകയാണ്. അപ്പം നമ്മൾ ഇത്രയും സേഫായിട്ടാണ് പ്ലാന്റ് അയക്കുന്നത്. അതുകൊണ്ടാണ് ആൾ എനിക്ക് അയച്ചു തന്ന വീഡിയോ. ഞാൻ പറഞ്ഞിട്ട് തന്നതല്ല, ആളെനിക്ക് സ്വന്തമായിട്ട് അൺബോക്സിങ് വീഡിയോ തന്നതാണ്. അപ്പം എനിക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന കണ്ടപ്പോഴത്തേന് നമ്മൾ അയക്കുന്ന എത്രത്തോളം ഹാർഡ് ബോർഡ് വെച്ച് ചുരുട്ടി നട്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അത്രയും കെയർഫുള്ളായിട്ടായിരിക്കും നമ്മൾ പ്ലാന്റ് അയക്കുന്നത്. അപ്പം ആൾക്ക് ഭയങ്കര സന്തോഷമായി. പ്ലാന്റ് നല്ല ഫ്രഷായിട്ട് കിട്ടി, ഭയങ്കര സന്തോഷമായിരുന്നു പ്ലാന്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പ്ലാന്റ് നോക്കിക്കോളൂ, ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മളെല്ലാവർക്കും തരുന്നത്. ഇത്രയും തന്നെ നമ്മളന്ന് കുറേ റോസ്മേരി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. ആർക്കും ഒരു ഡാമേജും ഒന്നും ആയിട്ടില്ല. അപ്പം 100% നമ്മുടെ കയ്യിൽ നിന്ന് വിശ്വസിച്ച് പ്ലാന്റ് വാങ്ങിക്കാം. അപ്പം നമ്മൾ മണ്ണ് റിമൂവ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പ്ലാന്റ് അയക്കുന്നത്. കാരണം ഒരു 5-7 കവറിലായിരിക്കും, അത്രയും തന്നെ അതിൽ മണ്ണുണ്ട്. 5-7 കവറിലെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മണ്ണുണ്ട്. പിന്നെ നനഞ്ഞതും കൂടി ആകുമ്പോൾ അത്യാവശ്യം നല്ല കൊറിയർ ചാർജ് ആവുമല്ലോ. അപ്പോൾ ഒരു കസ്റ്റമറിൽ നിന്ന് മിനിമം കൊറിയർ ചാർജ് മാത്രമേ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക് കവറിൽ അത് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ എന്തുവാണ് പാക്കിംഗ് ടേപ്പ് വെച്ചിട്ട്, ബ്രൗൺ ടേപ്പ് വെച്ചിട്ട് നമ്മളത് ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പേപ്പർ വെച്ചിട്ട് ആ ഒരു മണ്ണിനെ പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എപ്പോഴും ഈർപ്പം നിലനിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ് ഡാമേജ് ആവുന്നില്ല. ഈർപ്പം നിലനിൽക്കുന്നതുകൊണ്ട് ഒട്ടും തന്നെ പ്ലാന്റ് ഡാമേജ് ആവില്ല. ആളത് കഷ്ടപ്പെട്ട് പൊട്ടിച്ചെടുത്തിട്ട് ആ ഒരു കവറിൽ നിന്ന് അത് പുറത്തെടുക്കുകയാണ്. അപ്പം അത് പുറത്തെടുക്കുന്നത് കാണാം, കണ്ടില്ലേ? നമ്മളിതുപോലെ ന്യൂസ് പേപ്പറിൽ വെള്ളം സ്പ്രേ ചെയ്തിട്ട് നമ്മൾ പ്ലാന്റ് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്, നല്ല രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്നോട് എല്ലാ കസ്റ്റമേഴ്സും ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് അയക്കുന്നത്? നമുക്ക് എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ കസ്റ്റമേഴ്സ് റിവ്യൂ തരുവാണെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. അവർക്ക് പ്ലാന്റ് നല്ല രീതിയിൽ കിട്ടിയല്ലോ, ഇതുപോലെ വീഡിയോ കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ? ഇത്രയും മണ്ണേ നമ്മൾ വയ്ക്കാറുള്ളൂ കേട്ടോ. അപ്പം വിശ്വസിച്ച് എല്ലാവർക്കും വാങ്ങിക്കാം. താങ്ക് യു.